ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് അവൻ്റെ തുലാസിൽ മിരസാനിൽ കനപ്പെട്ടതായി അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു കൊടുക്കുകയാണ്, മരണത്തെ ഒരു തടിച്ചു കൊഴുത്ത ആടിൻ്റെ രൂപത്തിലായിട്ട് നാളെ പരലോകത്ത് കൊണ്ടുവരും. ഫയൂഖഫു ബൈനൽ ജന്നത്തി വന്നാർ, നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും നടുവിൽ ഈ ആടിനെ കൊണ്ടുവരും. എന്നിട്ട് ഫയുഖാലു യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ, ഹൽ തഅരിഫൂന ഹാദാ, ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? യശ്റബൂന വയൻദുറൂന വയഖൂലൂന നഅം ഹാദാ അൽ മൗത്ത്. പുരിങ്ങനെ നോക്കിയിട്ട് അവർക്ക് മനസ്സിലാകും ഇത് മരണമാണ്. വകുല്ലുഹും ഖദ് റഅ, കാരണം അവരെല്ലാവരും മരണം രുചിച്ചതാണല്ലോ. സുമ്മ യുഖാൽ യാ അഹ്ലൻ നാർ, എന്നിട്ട് നരകക്കാരെ വിളിക്കും. അപ്പോൾ നരകക്കാർ അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്തി നോക്കും. അവരോട് ചോദിക്കും, ഇത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? അവരും എത്തി നോക്കിയിട്ട് പറയും, നഅം, മനസ്സിലായി, ഹാദാ അൽ മൗത്ത്, ഇത് മരണമാണ്. മരണത്തെ ആടിൻ്റെ കൊഴുത്ത ഒരു തടിച്ച ആടിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്നിരിക്കും. എന്നിട്ട് ഫയുദ്ബഹു, അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ആടിനെ അറുത്ത് അതിനെ അങ്ങോട്ട് മരണം വരിക്കും, അതിനെ തീർക്കും. നഅം സുമ്മ യുഖാൽ യാ അഹ്ലൽ ജന്ന, എന്നിട്ട് സ്വർഗ്ഗക്കാരോട് പറയും, ഖുലൂദുൻ ഫലാ മൗത്ത്, ദാ മരണത്തിനെ ഇവിടെ വെച്ച് അറുത്ത് കഴിഞ്ഞു, ഇനി മരണമില്ല. സ്വർഗ്ഗക്കാരെ, നിങ്ങൾക്കിനി മരണമില്ല. വയാ അഹ്ലൻ നാർ, നരകക്കാരെ, ഖുലൂദുൻ ഫലാ മൗത്ത്, നിങ്ങൾക്കിനി മരണമില്ല. സ്വർഗ്ഗമാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ സുഖങ്ങൾ, നരകമാണെങ്കിൽ നരകം, ഇനി മരണമെന്നതില്ല. സുമ്മ ഖറഅ ഖൗലിഹി തആല, എന്നിട്ട് നബി ഒരു ആയത്ത് ഓതി കൊടുത്തു. സൂറത്ത് മറിയമിൻ്റെ നമ്മൾ പഠിച്ച 39-ാമത്തെ ആയത്ത്, വഅൻദിർഹും യൗമൽ ഹസ്ര, നഷ്ടത്തിൻ്റെ വിലാപത്തിൻ്റെ ദിവസത്തെ അവർക്ക് താക്കീത് കൊടുക്കണം. നഷ്ടങ്ങളുടെ വിലാപത്തിൻ്റെ തേങ്ങിക്കരച്ചിലിൻ്റെ ദിവസമാണ് അന്ന്. സഹോദരങ്ങളെ, ഞാൻ ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ധാരാളമായി ശർഹ് ചെയ്ത് പഠിപ്പിക്കുന്ന ഹദീസിൽ സ്വർഗക്കാരോടും നരകക്കാരോടും പറയുന്ന വാക്കുണ്ടല്ലോ, ഈ ദുനിയാവിൽ നമ്മൾ ചിന്തിക്കേണ്ട വാക്കാണ്. അവിടെ മരണമില്ലാത്ത ലോകാണ്. ഇവിടെ അമലുകളുടെ ലോകമാണെങ്കിൽ അവിടെ ഹിസാബിന്റെ ലോകാണ്. ഇവിടെ അമല് ചെയ്യാൻ മടിച്ചവൻക്ക് അവിടെ വിചാരണ വലിയ പ്രയാസം ഉണ്ടാക്കും. ഇവിടെ ഓരോ നന്മകളിലും മടി പിടിച്ച് പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്ന ആളുകൾ അവിടെ കെഞ്ചി നോക്കും ഒരു അമലിന് വേണ്ടിയിട്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തില്ല, യദൂഖൂന ഫീഹൽ മൗത്ത് ഇല്ലൽ മൗതതൽ ഊലാ, ഒന്നാമത്തെ മരണമല്ലാതെ അവർക്ക് ഇനി ഒരു മരണം ഉണ്ടാവൂല. വവഖാഹും അദാബൽ ജഹീം, സ്വർഗ്ഗക്കാരെ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നരകക്കാർക്കോ, നരകക്കാർക്കും അവിടെ വെച്ചുകൊണ്ട് ഭയങ്കരമായ ദാഹം ഉണ്ടാകും. വയുസ്ഖാ മിമ്മാഇൻ സദീദ്, ആ തിളച്ചുമറിയുന്ന വെള്ളം കുടിക്കാൻ കൊടുക്കും. യതജറഉഹു, അതിന്റെ ദാഹം കാരണം വാരിക്കോരി കുടിക്കാൻ അവർക്ക് കൊതിയുണ്ട്. ചങ്കിലിങ്ങനെ ഇരുന്ന് തറക്കുക. യതജറഉഹു വലാ യകാദു യസീഗു, കുടിച്ച് ഇറക്കാൻ കഴിയില്ല. വയതീഹിൽ മൗതു മിൻ കുല്ലി മകാനിൻ വമാ ഹുവ ബിമൈത്തിൻ, മരണത്തിന്റെ എല്ലാം അവന്റെ എല്ലാ സൈഡിൽ നിന്നും വരുന്നുണ്ട്, മരിക്കൂല. മരിക്കാൻ എന്താ വേണ്ട? ശ്വാസം പടയൂലേ? ഉണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ വമാ ഹുവ ബിമയ്യിത്തിൻ, അവരൊരിക്കലും മരിക്കാൻ പോണില്ല, ഇനി മരിക്കൂല. പിന്നെ എന്താ സംഭവിക്കുക? വമിൻ വറാഇഹി അദാബുൻ ഗലീൽ, ഇനി ശിക്ഷയുടെ ലോകാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ആ സൂറത്ത് മറിയമിലെ ആയത്ത് ഓതി പഠിപ്പിച്ചല്ലോ. നേരത്തെ പറഞ്ഞ ഹദീസിൽ വഅൻദിർഹും യൗമൽ ഹസ്റതി ഇദ് ഖുദിയൽ അംറു, കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആ ദിവസത്തിന്റെ കാര്യത്തിൽ താക്കീത് കൊടുത്തോളൂ. എന്താണ് വിഷയം? വഹും ഫീ ഗഫ്ലത്തിൻ, ജനങ്ങൾ അശ്രദ്ധയിലാണ്. നമ്മളെ കുറിച്ചാ. പരലോകമുണ്ടോ? പരലോകമുണ്ട്.
ഖിയാമത്ത് ഖിയാമത്ത് വിശ്വാസമുണ്ട്. പക്ഷേ വഹും ഫീ ഗഫ്ലത്തിൻ, അവർ അതിൽ അശ്രദ്ധയിലാണ്. വഹും ലാ യുഅ്മിനൂൻ, ശരിക്ക് വിശ്വസിക്കാൻ അവർ തയ്യാറാകുന്നില്ല. പരലോകത്തിന്റെ പേരിനെയാണ് യൗമുൽ ഹസ്ര എന്ന് വിശദീകരിച്ചിരിക്കുന്നത്. തിന്മ ചെയ്തവർക്ക് നന്മ, തിന്മ ചെയ്തവരായ ആളുകൾക്ക് നന്മ ചെയ്തില്ലല്ലോ എന്ന നഷ്ടബോധം തോന്നും. നന്മ കുറഞ്ഞു പോയ ആളുകൾക്ക് കൂടുതൽ ചെയ്തില്ലല്ലോ എന്ന് തോന്നിപ്പോകുന്ന നഷ്ടങ്ങളുടെ ദിവസങ്ങളായിരിക്കുമെന്ന് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടം തൻ്റെ മുമ്പിൽ തൻ്റെ പാപങ്ങളെല്ലാം വെച്ച് കെട്ടുന്ന ഒരു ദിവസം. يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم. തൻ്റെ മുതുകത്ത് ഇതുവരെ ചെയ്തു കൂട്ടിയ സകല പാപത്തിൻ്റെ ഭാരങ്ങളും കൊണ്ടുവരും. അലാ സാമാ യസിറൂൻ, എന്തൊരു ഭാരമാണ് അവർ പേറിക്കൊണ്ടിരിക്കുന്നത്. തിന്മ ചെയ്തതിൻ്റെ ഭാരം തലക്കും മുതുകത്തും ഏറ്റിക്കൊണ്ട് അവർ നടക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഉലമാക്കന്മാർ വിശദീകരിച്ച് പറയാണ്, സഹോദരങ്ങളെ, ഈ ആശയത്തിൻ്റെ പിന്നിൽ പറഞ്ഞുകൊണ്ട് പറയാണ്, എന്തിനാ കരയുന്നത് അവിടെ? എന്തിനാണ് അവിടെ വിലപിക്കുന്നത്? എന്തിനാണ് അവിടെ നിങ്ങളിങ്ങനെ അലമുറയിടുന്ന? ഒരു കാര്യമില്ല. ലാകിൻ അന്നാ ലഹും സാലിക്, എന്തിനാണ് നഷ്ടം പറഞ്ഞ് വെറുതെ കരയുന്നത്? വഖദ് ദഹബതി ദുനിയ, അതിനൊക്കെ ചാൻസ് ദുനിയാവിലായിരുന്നു. രണ്ടാമതും ചെയ്തു നോക്കാം, ഒന്നും കൂടി ശരിയാക്കി നോക്കാം, ഒന്നും കൂടി അധ്വാനിച്ച് നോക്കാം. ആ ചാൻസ് കഴിഞ്ഞു. വൻതഹാ സമനൽ അമൽ, അമല് ചെയ്യാവുന്ന ലോകം നിനക്ക് കഴിഞ്ഞു. വവഖിഫു ബൈന യദയില്ലാഹിൽ ഹിസാബ വൽ ഇഖാബ്, വിചാരണയും അവിടുന്ന് ബാക്കിയുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകും. സഹോദരങ്ങളെ, ആ ഒരു രംഗത്ത് പരലോകത്ത് നരകത്തിൽ അനുഭവിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. അതുമാത്രം ഒറ്റ സെന്റൻസിൽ ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് പോയാൽ നമുക്ക് മനസ്സിലാകും. ഇന്ന് നമ്മൾ റമദാനിൽ നന്മകൾ ചെയ്യാൻ, അല്ലെങ്കിൽ സുഹൃതങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ, സ്വതക്ക ചെയ്യാൻ, ഒരു ദിക്ർ ചൊല്ലാൻ, ഒരു നമസ്കാരത്തെ ഖുശൂഅോടെ ചെയ്യാൻ, എന്തിന് ഒരു പേജ് ഓതാൻ, എന്തിനൊക്കെ നമുക്ക് ഒരല്പം സാവകാശം തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് പരലോകത്ത് വെച്ച് തോന്നുന്ന ആഗ്രഹങ്ങൾ ഉലമാക്കന്മാർ രേഖപ്പെടുത്തി. ഒന്നാമത്തെ ആഗ്രഹം, ഞങ്ങൾക്ക് ദുനിയാവിൽ നന്നായിട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇതാണ് ആകത്തുക. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, നരകം മുമ്പിൽ കൊണ്ടുവരപ്പെട്ടാൽ അവർക്ക് കൊതിയാകും, അവർക്ക് ആഗ്രഹമാകും. അവർ പറയും, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതകാലത്ത് നന്നായി സൽക്കർമ്മം ചെയ്താൽ മതിയായിരുന്നു. എൻ്റെ ചാൻസാണ് ഇവിടെ. അവിടെ പോയിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തെ ആഗ്രഹം, നരകക്കാർ ആഗ്രഹിക്കുകയാണ്, ഇങ്ങനെ ഒരു രേഖാപുസ്തകം എനിക്ക് വേണ്ടായിരുന്നു, എനിക്ക് ഈ കിതാബ് കിട്ടണമെന്നില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു കിതാബ് വേണമെന്നില്ല, കിട്ടുകയാണെങ്കിൽ വലതു കൈയിൽ കിട്ടിയാൽ മതിയായിരുന്നു. അവിടെ പോയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവിടെ അതിൻ്റെ ലോകമല്ല. അവൻ പറയും, യഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ, ഇങ്ങനെ ഒരു കിതാബ് എനിക്ക് കിട്ടാതിരുന്നാൽ എത്ര നന്നായിരുന്നേനെ. ചാൻസ് ഇല്ല, ഒന്നും പറയാൻ കഴിയില്ല, എവിടേക്കും പോകാൻ കഴിയില്ല. വിലപിക്കുന്ന കരച്ചിൽ വെറുതെയായി മാറുകയാണ്. മൂന്നാമത്തെ ആഗ്രഹം, അവിടെയുള്ള കാഫിരീങ്ങൾ, അതല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ സത്യനിഷേധികളായ ആളുകളൊക്കെ ആഗ്രഹിച്ചു പോകുന്നുണ്ട്, ഞങ്ങളൊക്കെ ഒന്ന് മണ്ണായി പോയാൽ മതിയായിരുന്നു, സ്വർഗം വേണ്ട, നരകം വേണ്ട. എന്തിനേറെ, മൃഗങ്ങൾ വരെ, കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പരലോകത്ത് തിരിച്ചു കൊടുക്കും, എന്നിട്ട് നടപടി പൂർത്തിയാക്കും, മൃഗങ്ങളെ മുഴുവൻ മണ്ണാക്കും. അത് കാണുമ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാകും, യാ ലൈതനീ കുന്തു തുറാബാ, ഇതേപോലെ ഞങ്ങളെയും മണ്ണാക്കിയാൽ മതിയായിരുന്നേനെ. വിടൂല. അതൊക്കെ വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചു നോക്കുകയാണ് അവർ. നാലാമത്തേത്, അവർ ആഗ്രഹിച്ചു പോകും, ഒന്നുകൂടെ ഞങ്ങളെ ദുനിയാവിലേക്കൊന്ന് മടക്കിത്തരൂ. ഇനിയൊരു പ്രശ്നം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കൂല, ഒന്നുകൂടി ഒരു ചാൻസ് തരൂ. വലൗ തറാ ഇദ് വഖിഫു അലന്നാർ, നരകത്തിന്റെ മുമ്പിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെടും. ഫഖാലു, അവർ പറയും, യാ ലൈതനാ, ഞങ്ങളുടെ നഷ്ടമേ, നുറദ്ദു, ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ, വലാ നുകദ്ദിബ ബിആയാതി റബ്ബിന, അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തവും ഇനി മേലാൽ ഞങ്ങൾ നിഷേധിക്കൂല. ഖിയാമത്ത് നാളില്ല എന്ന് പറയില്ല, പരലോകമില്ല എന്ന് പറയൂല, സ്വർഗമില്ല എന്ന് ഞങ്ങൾ പറയൂല. എത്ര വ്യക്തമാണ് അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്. വനകൂന മിനൽ മുഅ്മിനീൻ,
ഞങ്ങൾ നല്ല മുഅ്മിനീങ്ങളായി മാറിക്കോളാം, ഒരു ചാൻസ് തരുമോ? ആഗ്രഹമാണ്, നടക്കാത്ത ആഗ്രഹങ്ങൾ അവർ പറയാം. 5 നരകത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ അവർ വന്നിട്ട് പറയും, എന്താ ദുനിയാവിൽ അള്ളാൻ്റെ റസൂലിൻ്റെയും കൽപ്പന പാലിച്ച് ജീവിച്ചാൽ മതിയെന്ന്. ഞങ്ങൾ ഈ കണ്ണിക്കണ്ട തോന്നുന്നതൊക്കെ ചെയ്തു കൂട്ടി, ഭൂരിപക്ഷം ചെയ്യുന്നത് കാട്ടിക്കൂട്ടി, ചങ്ങാതിമാർ കാട്ടിക്കൂട്ടുന്നത് ചെയ്ത്, നാട്ടുകാർ കാണിക്കുന്നതൊക്കെ ചെയ്ത് കൂട്ടിയപ്പോൾ അവസാനം ഈ നരകമാണ് കിട്ടിയത്. അള്ളയും റസൂലും പറഞ്ഞത് ചെയ്താൽ മതിയായിരുന്നു. യാ ലൈതനാ അത്അനല്ലാഹ വഅത്അന റസൂല. അള്ളാനും റസൂലിനും അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങൾക്ക് ഈ അദാബ് അനുഭവിക്കേണ്ടി വരില്ല. 6ാമത്തെ ആഗ്രഹം, ഇപ്പോഴുള്ള ഈ ചങ്ങാതിനെ ഒഴിവാക്കിയിട്ട് നല്ല ചങ്ങായിമാരൊപ്പം നടന്നാൽ മതിയായിരുന്നു. അവൻ്റെക്കന്ന് കള്ളു പഠിച്ചു, അവൻ്റെക്കന്ന് പെണ്ണ് പഠിച്ചു, അവൻ്റെക്കന്ന് സിഗരറ്റ് പഠിച്ചു, അവനിൽ നിന്ന് വേണ്ടാത്തരങ്ങൾ പഠിച്ചു, വേണ്ടാത്ത ആപ്പുകൾ പഠിച്ചു, വേണ്ടാത്ത പൊല്ലാപ്പുകൾ പഠിച്ചു. അങ്ങനെ അവന് വേണ്ടി, തൻ്റെ ചങ്ങാതിക്ക് വേണ്ടി അടിമപ്പെട്ടവൻ യൗമ യഅല്ലുല്ലാലിമു അലാ യദൈ യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ. റസൂലിന്റെ മാർഗം സ്വീകരിച്ചാൽ മതിയായിരുന്നു. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്നാലിന്ന ചങ്ങാതിയെ എൻ്റെ ഫ്രണ്ടാക്കി സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ ഒരു സന്തോഷത്തിനും വേണ്ടി വേണ്ടാത്തത് മുഴുവൻ ചെയ്ത് കാണിച്ചു കൊടുത്തവൻ അവിടെ വെച്ചിട്ട് പറയും, ഈ ചങ്ങാതിൻ്റെ ഒപ്പം നടക്കാതിരുന്നാൽ മതി. ഇതന്ന് വരാതിരിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും പറയുന്നത്. 7 അവരാഗ്രഹിച്ചു പോകും. സ്വർഗത്തിൽ ഇങ്ങനെ ടോപ്പ് ദർജയിൽ നിൽക്കുക. അപ്പൊ ചില ആൾക്കാർക്ക് 100 ദർജ ഉണ്ടെന്നല്ല സ്വർഗത്തിന് പറഞ്ഞത്, ചിലർ മുകളിലെ ദർജയിലാണ്. അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തതാണ്. എന്നാൽ ചില മനുഷ്യരോ സ്വർഗത്തിലുണ്ടവർ, എന്നാൽ അവർ താഴെ പടിയിലും സ്റ്റെപ്പുകളിലും താഴേക്ക് മാറുമ്പോൾ യാ ലൈതനി കുന്തു മഅഹും ഫഅഫൂസ ഫൗസൻ അളീമാ. ഇതാണ് നമ്മൾ ഈ റമദാനിൻ്റെ ഈ വെള്ളിയാഴ്ച എന്ന് ചിന്തിക്കേണ്ട വാക്ക്. യാ ലൈത്, എൻ്റെ നഷ്ടമേ, കുന്തു മഅഹും, ഞാൻ അവരോടൊപ്പം നല്ല കാര്യങ്ങളിലൊക്കെ നിൽക്കായിരുന്നെങ്കിൽ, അവരോടൊപ്പം ഞാൻ നല്ല കാര്യങ്ങളിൽ സഹകരിച്ച് മുന്നോട്ട് പോകുകയായിരുന്നെങ്കിൽ വമ്പിച്ച വിജയം എനിക്ക് ഉണ്ടാകുമായിരുന്നു. സുഹൃത്തുക്കളെ, ദിക്ർ ചൊല്ലിയോനും ചൊല്ലാത്തവനും ഒരേ ദർജയാവൂല. സ്വതക്ക ചെയ്തവനും ചെയ്യാത്തവനും ഒരേ ദർജയാവൂല. പള്ളികളിൽ ജമാഅത്തിന് കറക്റ്റായി വരുന്നവനും അത് വരാത്തവനും ഒരേ കൂലിയാവൂല. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, കുടുംബത്തിൽ സമൂഹത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ ക്ഷമിച്ചോനും ക്ഷമിക്കാത്തവനും ഒരേപോലെ ആവൂല. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ തൻ്റെ ശരീരവും മനസ്സും അധ്വാനിച്ചവനും ഒരു പണിയെടുക്കാതെ സ്വന്തം കാര്യം നോക്കി നടന്നവനും ഒരുപോലെ ആവൂല. 2 കൂട്ടരും ഒരിക്കലും സമാവില്ല. ഇവർ ആഗ്രഹിച്ചു പോകും, അവരെ പോലെ ഒരുപാട് നന്മകളിൽ, ഒരുപാട് പുണ്യങ്ങളിൽ ഞങ്ങളും ഒന്ന് കൂടിക്കൊടുത്തിരുന്നുവെങ്കിൽ വമ്പിച്ച വിജയങ്ങൾ നടക്കുമായിരുന്നു, കിട്ടുമായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചു പോകുമെന്ന് 7 ആഗ്രഹങ്ങളെ ഉലമാക്കന്മാർ കോർത്തിണക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നാളെ ഈ ലോകത്ത് നിന്ന് അപ്പുറത്ത് പരലോകം സംഭവിക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കുമെന്ന് പഠിപ്പിച്ചത് അല്ലാഹു തആലയാണ്. ഖുർആനിൽ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണേ, വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നാളെ എന്ത് ചെയ്തു വെച്ചു, നാളേക്ക് എന്ത് കാര്യമാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്, എൻ്റെ ഈ ലോകത്തുനിന്ന് അപ്പുറത്ത് വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഇവിടെ വെച്ച് ചിന്തിക്കാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ദുനിയാവിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് ദുനിയ, ദുനിയാവിൻ്റെ മക്കളാ. രാവിലെ എണീറ്റ് അവൻ ചിന്തിക്കും, ഇന്നെങ്ങനെ പൈസ ഉണ്ടാക്കും, ഇന്നെങ്ങനെ പറ്റിക്കും, ഇന്നെങ്ങനെ കളവ് പറയും. ദുനിയാവ് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. പരലോകം ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എൻ്റെ പരലോകത്തേക്ക് എനിക്ക് എന്തൊരുക്കാനുണ്ട്, ഇന്നെനിക്കെന്ത് ഒരു യാചകനായ മനുഷ്യൻ തൻ്റെ മുമ്പിൽ വന്നാൽ പോലും ഇതെൻ്റെ പരലോകത്തേക്കുള്ള വിഭവമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു നോമ്പ് തുറക്കുള്ള ചാൻസ് കിട്ടിയാൽ, ഒരു സ്ഥാപനത്തിൻ്റെ ചാൻസ് കിട്ടിയാൽ, ഒരു ഇഫ്താർ കിറ്റിൻ്റെ ചാൻസ് കിട്ടിയാൽ, ഒരു പള്ളി പരിപാലനത്തിൻ്റെ അവസരം കിട്ടിയാൽ ഇതെൻ്റെ പരലോകത്തേക്കുള്ള ചാൻസ് ആണെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. എന്നിട്ട്
അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂനു മിൻ അബ്നാഇൽ ആഖിറ, ഈ പരലോകത്തെ പറ്റി പറയുന്ന ചിന്തിക്കുന്ന ആൾക്കാരില്ലേ, നിങ്ങൾ അവരുടെ കൂട്ടത്തിലേക്ക് എത്തണം. കാരണം ഫഇന്ന ദുനിയാ ഫീഹാ അമലുൻ വലാ ഹിസാബുൻ, ഈ ദുനിയാവിൽ ഒരാളും മറ്റൊരാൾക്ക് വിചാരണ ഉണ്ടാവില്ല. ചെയ്തത് ശരിയായോ, എണ്ണം കുറഞ്ഞോ, വലുപ്പം കുറഞ്ഞോ, നിയ്യത്ത് ശരിയായോ, ഇതൊന്നും ദുനിയാവിൽ പരിശോധിക്കൂല. ദുനിയാവ് അമലിൻ്റെ ലോകമാണ്. ഫഇന്നൽ ആഖിറ, പരലോകമെന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. ഫലാ അമലുൻ, അവിടെ ഒരു അമല് പോലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ നന്മ പോലും അവിടെ വെച്ച് ചെയ്യാൻ അനുവാദം കിട്ടൂല. ഫീഹാ ഹിസാബുൻ, അത് വിചാരണയുടെ ലോകമാണ്. ഇവിടെ ചെയ്തവനെ, ഇവിടെ വിളയിറക്കി, ഇവിടെ കൃഷി ഇറക്കിയവനെ അവിടെ കൊയ്തെടുക്കാൻ കഴിയൂ. ഫഇന്നൽ ആഖിറ, ആ ആഖിറമെന്ന് പറയുന്നത് ഈ ദുനിയാവിൻ്റെ മസ്റഅത്തായി കണ്ടവർക്കുള്ളതാണ്, അവിടെ നേടാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അള്ളാഹു എല്ലാ നിലക്കുമുള്ള പരലോകത്തെ സുഖങ്ങൾ അനുഭവിക്കുന്ന സ്വർഗീയ അവകാശികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിൻ്റെ അത്യുന്നതമായ ദർജയിലൂടെ സ്വർഗത്തിലെ നോമ്പുകാർ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അതിനകത്തുകൂടെ കയറാനുള്ള മഹാഭാഗ്യം നൽകുന്ന നോമ്പുകാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും പല പ്രയാസങ്ങളുമായി, ആക്സിഡൻറ്റുകളും രോഗങ്ങളും ഒക്കെയായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിസരത്തുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ലഘൂകരിച്ചു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ എല്ലാ നിലക്കുമുള്ള പ്രതിസന്ധികളെ അള്ളാഹു തആല തരണം ചെയ്തുകൊണ്ട് അനുഗ്രഹീതമായ റമദാനിനെ ഉപയോഗപ്പെടുത്താനുള്ള ആഫിയത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും മാരടി മണ്ണിൽ ബർസഖിൽ നമ്മോടൊപ്പം പെരുന്നാളിനും റമദാനിനും ഇവിടുത്തെ ഇഫ്താറുകളിലുമൊക്കെ പങ്കെടുത്തവരൊക്കെ പലരും മാരടി മണ്ണിൽ ബർസഖിൻ്റെ ലോകത്ത് അവർ പ്രതീക്ഷിക്കുന്ന പരലോകത്തെ കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മളെല്ലാം ആഖിറത്തേക്ക്, വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.